ഏകദേശം എല്ലാ ആളുകൾക്കും അറിയാമെങ്കിലും കുറച്ച് പേരുടെയെങ്കിലും ഡൗട്ടാണ് എന്താണ് ഈ ഹാഫ് ബർത്ത്ഡേ കേക്ക് എന്നുള്ള കാര്യം. സാധാരണ നമ്മൾ കുഞ്ഞിന് 1 വയസ്സാവുന്ന സമയത്താണ് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി ഒരു ബർത്ത്ഡേ ആഘോഷമൊക്കെ നടത്താറുള്ളത്. അതൊക്കെ മുമ്പേ അങ്ങനെയായിരുന്നു, മുന്നേ ഉള്ള സമയങ്ങളിലൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, എന്ന് സന്തോഷഘട്ടങ്ങളിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ വരുന്ന ഒരു ഫംഗ്ഷനാണ് ഈ കുഞ്ഞിന് 6 മാസം കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേക്കാണ് ഈ ഹാഫ് ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത്. മുമ്പൊക്കെ ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ചാണ് കേക്ക് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്ത് സന്തോഷ നിമിഷങ്ങളിലും കേക്ക് കട്ടിംഗ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ടൈം മുതൽ ഓരോ മാസം കംപ്ലീറ്റ് ആകുമ്പോഴും കേക്ക് കട്ടിങ്ങും ഫംഗ്ഷനും ഒക്കെ ചെറിയ രീതിക്കെങ്കിലുമൊക്കെ ഏകദേശം എല്ലാവരും നടത്താറുണ്ട്. വെഡ്ഡിങ് കേക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓരോ വെഡ്ഡിങ്ങിന് മുന്നേ തന്നെ തുടങ്ങും. ഹൽദി, മൈലാഞ്ചി, ബ്രൈഡ് ടു ബി, അങ്ങനെ പറയണ്ട, അങ്ങനെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടും ഓരോ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ടൈമിൽ റിസപ്ഷന്, പിന്നെ അങ്ങനെ കേക്കില്ലാത്ത ഫങ്ഷൻ ഇപ്പോൾ ഇല്ല. ഏത് അവസരങ്ങളിലും ഇപ്പോൾ കേക്ക് ഒരു താരമാണ്. ഏത് വീട്ടിലായാലും എന്തൊരു ചെറിയൊരു സന്തോഷ നിമിഷത്തിലും കേക്ക് കട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ഈ കേക്കുണ്ടല്ലോ, അതെന്തായാലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമുക്ക് കുറച്ചൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സന്തോഷ നിമിഷങ്ങളിൽ മാത്രമേ എന്തായാലും ഒരു കേക്ക് കട്ടിങ് നടത്താറുള്ളൂ. അപ്പോൾ അതിൽ നമ്മളും ഒരു ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ആരും ഒരു ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് ഒരു കേക്ക് വാങ്ങിച്ച് എന്തായാലും കട്ട് ചെയ്യാറില്ല. മാത്രമല്ല, ആ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും സന്തോഷത്തോടു കൂടിയായിരിക്കും നിൽക്കുന്നത്. ആ കേക്കിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തെല്ലാം ഒരു പുഞ്ചിരിയും ഒരു സന്തോഷവും ഉണ്ടാവും, കൊച്ചുകുട്ടിയായാലും വലിയ ആൾക്കാരായാലും. അപ്പോൾ അതൊക്കെ ഒരു നല്ല നിമിഷങ്ങളാണ് നമ്മൾ അങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത്. നമ്മൾ സാധാരണ പെട്ടെന്ന് കേക്ക് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ അല്ലാതെ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്കും കൂടെ കുറച്ച് അഭിമാനം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ആ കേക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന, അത് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തെല്ലാം അതൊരു സന്തോഷ നിമിഷങ്ങളാണ്. എല്ലാവരുടെയും മുഖത്തും ചുണ്ടിലും ഒരു പുഞ്ചിരിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഉള്ളിൽ അത്രയും സന്തോഷത്തോടു കൂടിയായിരിക്കും അവരത് കട്ട് ചെയ്യുന്നത്. അതൊക്കെ നല്ലൊരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ടൈമിൽ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഡിസൈനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനിതേപോലെ 2 ഫ്ലവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 വലിയ ഫ്ലവറും 2 ചെറിയ ഫ്ലവറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഡിസൈനൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഞാൻ സാധാരണയായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഹാർട്ടും റെഡ് കളറും ഒക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മനസ്സിലൊന്നും ഉദ്ദേശിക്കുമെങ്കിലും ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അതിൽ തന്നെയാണ് എന്നും എത്തി നിൽക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തത്. അപ്പോൾ ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്രീം വർക്കൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈപ്പിലുള്ള ഫ്ലവർ വെച്ചെങ്കിലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതേപോലെ ടൈം കിട്ടാത്തതുകൊണ്ട് വേറെ വർക്കൊന്നും ചെയ്യാതെ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു കേക്കായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മാറ്റർ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്ലവറൊക്കെ സൈഡിൽ വരയ്ക്കാനുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് മാറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസിനനുസരിച്ചിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അത് എഴുതി കൊടുത്തിട്ടുള്ളത്. എഴുതിയതിന് ശേഷം ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫ്ലവർ ഇങ്ങനെ മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ റെഡ് കളർ കൊണ്ട് ചെറിയൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സൈഡ് വശത്തും കൂടി നിന്നിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് വശത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാ ഒരു വൈറ്റ് ഫ്ലവർ എന്നേ തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആ റെഡ് കളർ പുറത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്ന സമയത്ത്. എന്നാൽ സൈഡിലേക്കൊന്ന് ചരിച്ച് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫോട്ടോ എടുത്ത സമയത്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഴപ്പമില്ല, അത് അത്യാവശ്യം കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്റ്റെമ്മ് ഞാൻ പൈപ്പ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഇങ്ങനെ സ്റ്റെമ്മ് വരയ്ക്കുന്നത് ലീഫ് നോസിൽ, ചെറിയ ലീഫ് നോസിലുകൊണ്ട്
ഇങ്ങനെ വരച്ചിട്ടുള്ളത്. പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു. അത് 2 kg കേക്കായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലിപ്പത്തിൽ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 1/2 kg ആയതുകൊണ്ടാണ് ഞാൻ ഇതിലിങ്ങനെ പൈപ്പ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് വരച്ചിട്ടുള്ളത്. അത് വലിയ കേക്കായതുകൊണ്ട് നമുക്ക് നീളത്തിൽ കുറച്ച് വീതിക്ക് അതിങ്ങനെ സ്റ്റെമ്മ് വന്നാലും കുഴപ്പമില്ല. ഇതിൽ ഫ്ലവർ വരച്ചിട്ടുള്ളത് റോസ് ഫ്ലവർ വരയ്ക്കുന്ന നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ എതിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സെൻറ്ററിൽ നമ്മൾ മാച്ച് എഴുതി കൊടുത്തതിൻ്റെ റെഡ് കളർ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് ചെറിയൊരു ഇതായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും അതായത് ആ റെഡ് കളർ കൊടുത്തത് സെൻറ്ററിലാക്കി കൊടുക്കുന്ന രീതിയിൽ വീണ്ടും 1-2 ഇതെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തു വന്നത്. ഫ്ലവർ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നതാണ്. സൈഡിലോട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ട് വശത്ത് നിന്ന് പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ബാക്കിലോട്ട് നിന്നതുകൊണ്ട് തന്നെ കാണാൻ പറ്റണുണ്ടായിരുന്നില്ല. എന്നാലും ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം കൊള്ളായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്ത സമയത്ത് എനിക്ക് തോന്നി ഇനി അടുത്തൊരു കേക്ക് ചെയ്യുന്ന സമയത്ത് അത് ബേക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫ്ലവർ കിടക്കുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്ലവറിൻ്റെ ഉൾഭാഗവും കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ഇനി എന്തായാലും ചെയ്യണം. പിന്നെ കുറച്ച് ലീഫും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലീഫ് വരച്ച ശേഷം ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ വെയിൻസും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിൽവറിൻ്റെ ഷുഗർ ബോൾസ് ആ ഫ്ലവറിൽ മാത്രം ഒന്നിട്ട് കൊടുത്ത ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ 3 കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അതൊന്ന് അറിയിച്ചേക്കണേ. നിങ്ങളുടെ ലൈക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്കിൽ നമ്മുടെ ചാനൽ കുറച്ചും കൂടി ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ.